ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചക്കയപ്പമാണ്. അപ്പം ഇപ്പോൾ ചക്ക സീസൺ ആയതുകൊണ്ട് എല്ലാവർക്കും ചക്ക കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ കിട്ടുമ്പോഴൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. ഒരു ബ്രേക്ക്ഫാസ്റ്റായിട്ടും നല്ലതാണ്, ഒരു സ്നാക്കായിട്ടും അടിപൊളിയാണിത്. അപ്പം ആദ്യം നമുക്ക് വേണ്ടത് കുറച്ച് അരിപ്പൊടിയാണ്. അതിലേക്ക് കുറച്ച് ഉപ്പിടുക. പിന്നെ നമ്മൾ ഇടുന്നത് ചക്ക വഴറ്റി വെച്ചതാണ്. നേരത്തെ നമ്മൾ ചക്ക വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് നമ്മൾ ഇടുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇതില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പഴുത്ത ചക്ക എടുക്കുക, അത് കുഞ്ഞായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ഇടുക. പിന്നെ ശർക്കരയും ചീകിയിടുക. ശർക്കര നമ്മുടെ മധുരത്തിനനുസരിച്ച് ചീകിയിടുക. ഓവർ മധുരം വേണ്ടവർക്ക് അതനുസരിച്ചിട്ടാൽ മതി, അല്ല കുറച്ച് മധുരം വേണ്ടവർക്ക് അതനുസരിച്ചിട്ടാൽ മതി. നമ്മളിതിൽ ചക്ക വഴറ്റിയതാണ് ഇടുന്നത്. പിന്നെ ഇടുന്നത് തേങ്ങ ചിരകിയതാണ്, അത് ആവശ്യത്തിനിടുക. അത് കൂടുതലിട്ടാൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. നമ്മുടെ കയ്യിലുള്ള അനുസരിച്ച് നമ്മൾ തേങ്ങ തിരകിയതിടുക. നമ്മുടെ ഓൾറെഡി വഴറ്റി വെച്ചതായതുകൊണ്ട് അതിനകത്ത് ഏലക്കയൊക്കെ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് കുറച്ചുകൂടി ടേസ്റ്റ് കൂടണം എന്നുണ്ടെങ്കിൽ, അല്ലാതെ പഴുത്ത ചക്ക ഇടുന്നവരാണെങ്കിൽ കുറച്ച് ഏലക്ക പൊടിച്ചതും ഒക്കെ ഇടുവാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലാണ്. ഇത്രയും ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. അതനുസരിച്ച് വെള്ളം ഒഴിക്കാവുള്ളൂ. മിക്സ് ചെയ്ത് നമ്മുടെ ഈ വീഡിയോ കാണുന്നൊരു സ്റ്റേജ് എത്തുമ്പോഴത്തേക്ക് അത് കറക്റ്റ് പാകമാണ്. എന്നിട്ട് നമ്മുടെ ഇവിടെ വയനയില എന്ന് പറയും, അല്ലെങ്കിൽ നിങ്ങളുടെ അവിടെയൊക്കെ എന്ത് ഇലയാന്ന് പറയാൻ എനിക്കറിയില്ല. നമ്മുടെ ഇവിടെ വയനയില, വൈഷ്ണയില എന്നൊക്കെ പറയും. അതിനകത്തോട്ട് നമ്മളിങ്ങനെ ഓരോ റോളായിട്ട് വെച്ച് കൊടുക്കുക. ഈ ഇലയിൽ വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു പ്രത്യേക മണമുണ്ട്. ഈ ഇല നമ്മൾ ചിക്കൻ കറിക്കകത്തൊക്കെ ഇടും നമ്മുടെ ഇവിടെയൊക്കെ. അപ്പം ഈ ഇലയുടെയും കൂടെ ടേസ്റ്റ് അതൊരു അടിപൊളി ടേസ്റ്റാണ്. അപ്പം നമ്മളിങ്ങനെ ഒരിലയ്ക്കകത്ത് 2 എണ്ണം എന്നുള്ള കണക്കിന് നമ്മൾ ഇഡ്ഡലി കുക്കറിനകത്താണ് വെക്കുന്നത്. അപ്പം നിങ്ങളവിടെയൊക്കെ ഏതിനകത്താണെന്ന് വെച്ചാൽ അത് വെച്ച് ആവി കയറ്റി പുഴുങ്ങിയെടുക്കുകയാണ് വേണ്ടത്. ഒരു കുറച്ച് നേരം ഇതൊന്ന് വെന്ത് കിട്ടുന്ന അനുസരിച്ച് ഇരുന്നാൽ മതി. ഇതിപ്പോൾ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ആവി പറക്കുന്ന ചക്കയപ്പമാണ്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ചക്ക സീസണോട് ആയതുകൊണ്ട് മാക്സിമം പഴുത്ത ചക്ക കിട്ടുമ്പോൾ ഇതേ കൂട്ടൊക്കെയുള്ള വെറൈറ്റി ഒന്ന് ട്രൈ ചെയ്യണം.